പരിധിയിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ കെ.എം. എബ്രഹാമിന്റെ പേരിൽ സിബിഐ രജിസ്റ്റർ ചെയ്ത കേസ് ഇന്ന് കോടതി പരിഗണിക്കും. അഴിമതി നിരോധന നിയമപ്രകാരം സിബിഐ കൊച്ചി യൂണിറ്റ് കേസ് രജിസ്റ്റർ ചെയ്ത കേസാണ് തിരുവനന്തപുരം സിബിഐ പ്രത്യേക കോടതി പരിഗണിക്കുക. പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ ഹർജിയിലാണ് അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത്. വിവരങ്ങളുമായി വി വിനോദ് ചേർന്നു. വിനോദ്, ഗുഡ് മോർണിംഗ്. ഈ കെ.എം. എബ്രഹാം ഈ സ്ഥാനത്ത് തുടരുന്നതിനെതിരെ ഇന്നലെയും പ്രതിപക്ഷ നേതാവൊക്കെ കാര്യമായി തന്നെ രംഗത്തെത്തിയിരുന്നു. അതിനിടയിലാണ് ഈ സിബിഐ രജിസ്റ്റർ ചെയ്ത് കേസ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? 2015 ധനവകുപ്പിലുണ്ടായിരുന്നപ്പോൾ കെ.എം. എബ്രഹാം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് പരാതി. തിരുവനന്തപുരത്ത് ഫ്ളാറ്റുകൾ, ആഡംബര ഫ്ളാറ്റുകൾ, അതോടൊപ്പം തന്നെ കൊല്ലത്ത് ഷോപ്പിംഗ് മാൾ തുടങ്ങിയവ സമ്പാദിച്ചത് ഈ അനധികൃതമായ നീക്കത്തിലൂടെയാണ്. അങ്ങനെയുള്ള ധനസമാഹരണത്തിലൂടെയാണ് ഈ വസ്തുക്കൾ സ്വന്തമാക്കിയതെന്നാണ് പരാതിയിൽ പ്രധാനമായും പറയുന്നത്. ജോമോൻ പുത്തമ്പുരയ്ക്കലാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. നേരത്തെ വിജിലൻസ് ഇത് സംബന്ധിച്ച പരിശോധനകൾ നടത്തിയിരുന്നു. CBI കോടതി നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ വിജിലൻസിൻ്റെ കൈവശമുള്ള വിവരങ്ങളടക്കം CBIക്ക് കൈമാറണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. CBI കൊച്ചി യൂണിറ്റാണ് ഈ പരാതിയിൽ കേസെടുത്തിട്ടുള്ളത്. അതിൽ പരാതി FIR രജിസ്റ്റർ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ തിരുവനന്തപുരത്ത് CBI കോടതിയിൽ സമർപ്പിക്കുകയുമായിരുന്നു. ഇന്ന് വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. ഇതിൽ കെ.എം. എബ്രഹാമിൻ്റെ വിശദീകരണം വന്നത്, മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ താൻ കിഫ്ബിയുടെ CEO സ്ഥാനത്ത് നിന്നുൾപ്പെടെ മാറാൻ തയ്യാറാണ്. പക്ഷേ ഇത് ഈ ഗസ്റ്റ് ഹൗസുകൾ അനധികൃതമായി ഉപയോഗിച്ചു. ജോമോൻ പുത്തമ്പുരയ്ക്കൽ നേരത്തെ അങ്ങനെ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എൻക്വയറി ഉണ്ടായിരുന്നു. ഇതിലെ വൈരാഗ്യമാണ്. മാത്രമല്ല മറ്റ് 2 മുൻ ഉന്നത ഉദ്യോഗസ്ഥർ, IAS-കാരായ ഉദ്യോഗസ്ഥർ, അതിൽ ജേക്കബ് തോമസ് ഉൾപ്പെടെയാണ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഇവർ ഇതിന് പിന്നിലുണ്ട് എന്ന കാര്യമാണ്. ജേക്കബ് തോമസിന് തന്നോട് വൈരാഗ്യമുണ്ട് എന്ന കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഉൾപ്പെടെ കാര്യങ്ങൾ ധരിപ്പിച്ചതിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഏതായിരുന്നാലും ജോമോൻ പുത്തൻപുരയ്ക്കൽ പറയുന്നത് ഇത് അനധികൃത സ്വത്ത് സമ്പാദനം തന്നെയാണ്. കൃത്യമായ അന്വേഷണം വേണം. 2015 നടന്ന അഴിമതിയാണ്. ഇക്കാര്യത്തിൽ CBIയുടെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ സത്യം പുറത്തുവരും എന്ന നിലപാടാണ് പരാതിക്കാരൻ മുന്നോട്ട് വയ്ക്കുന്നത്. ശ്രീജ, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.